ധന്യനായ കർത്താവിന് മഹത്വം. എല്ലാവർക്കും പ്രഭാതവന്ദനം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കും: ഞങ്ങൾ കപ്പൽ കയറി ഇറ്റലിക്ക് പോകണമെന്ന് കൽപ്പനയായപ്പോൾ പൗലോസിനെയും മറ്റു ചില തടവുകാരെയും അഗസ്ത്യ പട്ടാളത്തിലെ ശതാധിപനായ യൂലിയോസിനെ ഏൽപ്പിച്ചു. അങ്ങനെ റോമിലേക്കുള്ള യാത്രയെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത്. അപ്പൊ റോമിലേക്ക് യാത്ര പോകുന്നതിന് മുമ്പ് തന്നെ, ചില മാസങ്ങൾക്ക് മുമ്പ് തന്നെ കർത്താവിൻ ദൈവം സ്വപ്നത്തിൽ പൗലോസിനോട് പറഞ്ഞു, നീ റോമിൽ പോയി യെരൂശലേമിൽ എന്റെ സുവിശേഷം നീ യെരൂശലേമിൽ അറിയിച്ചതുപോലെ റോമിൽ നീ എന്നെ കുറിച്ച് പ്രസംഗിക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞിരുന്നു. അപ്പോൾ റോമിലേക്ക് പോകുവാൻ ഒരുക്കമുള്ളവനായ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ആയിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. തന്റെ ശിഷ്യന്മാരോടൊക്കെ അപ്പോസ്തലൻ പലപ്പോഴും യെരൂശലേമിലെ സഭയോടൊക്കെ പറയുന്നുണ്ട്, എനിക്ക് റോമും കണ്ടാൽ കൊള്ളാമെന്ന് വലിയ ആഗ്രഹം. അതിന് കാരണമുണ്ടായിരുന്നു. കർത്താവിനോട് പറഞ്ഞു, യെരൂശലേമിൽ നീ എങ്ങനെ എന്നെ സാക്ഷീകരിച്ചു, അതേപോലെ തന്നെ റോമിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈസരുടെ റോമാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരിക്കുന്ന റോമിൽ നീ എന്നെ സാക്ഷീകരിക്കേണ്ടതാകുന്നു. അപ്പോൾ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പിടിക്കപ്പെടുകയാണ്. യഹൂദന്മാരാൽ പിടിക്കപ്പെട്ട് അഗ്രിപ്പാ രാജാവിന്റെ മുമ്പിലും ഫെസ്തോസ് എന്ന റോമൻ ഗവർണറുടെ മുമ്പാകെ വിധിക്കപ്പെടുന്നു. അവരവനെ വക്കീലുമാർ ചേർന്ന് യഹൂദന്മാര് അവനെ കുറ്റം വിധിക്കുകയും ന്യായപ്രമാണത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കും കർത്താവിനെ കുറിച്ച്. അപ്പോഴത്തല്ലേ യേശുവിനെ എങ്ങനെ ആയാലും ഒരു വാക്കുകൊണ്ട് യേശുവിനെ അവൻ പറഞ്ഞിരിക്കും. ദൈവം അവനെ രക്ഷിച്ച കാര്യം, ദൈവം അവന് പ്രത്യക്ഷമായ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോസ്തലന്റെ ഒരു സ്വഭാവം അതായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. തന്റെ പ്രാണനേക്കാളേറെ കർത്താവിനെ സ്നേഹിച്ചത് കൊണ്ട് തടവിലായാലും കൊള്ളാം, ഉപദ്രവം സഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു എന്നൊരു വാക്ക് എപ്പോഴും, ആ നാമം എപ്പോഴും അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറഞ്ഞു. അങ്ങനെ കൈസറെ അഭയം ചെയ്തു. യെരൂശലേമിൽ നിന്നാൽ തന്റെ പ്രാണൻ ആപത്താണെന്ന് മനസ്സിലാക്കി പരിശുദ്ധാത്മാവ് മനസ്സിലാക്കി കൊടുത്തതുകൊണ്ട് അവൻ കൈസറെ അഭയം ചൊല്ലുവാൻ്റെ കൊണ്ടിവിടെ ആയപ്പോൾ കൈസറെ അഭയം ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ അതിന് കീഴുള്ള ഒരു ഭരണാധികാരിക്കും ആ വ്യക്തി, ആ കുറ്റവാളിയെ പിന്നെ ന്യായാധിപ സംഘത്തിന് മുമ്പ് വരുത്തുവാൻ കഴിയില്ല. റോമിന്റെ നിയമം അങ്ങനെയാണ്. റോമിലേക്ക് പോകാനുള്ള തുടക്ക സമയത്ത് അപ്പോസ്തലൻ യൂലിയോസ് എന്ന ശതാധിപനാണ് അവരുടെ നേതൃത്വം, പടയാളികളുടെ തലവനായി അവനോട് കൂടി. ഇപ്പൊ യൂലിയോസിന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനോട് വലിയ സ്നേഹവും മനസ്സിലും ഒക്കെ ആയിരിക്കുന്നു. അപ്പോൾ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: കടലിന്റെ ഇളക്കവും കാറ്റിന്റെ പ്രയാസവും കൊണ്ട് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് അവരോട് പറയുന്നുണ്ട്, ഈ യാത്രയിൽ നമുക്ക് വലിയ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകും. പ്രാണനും ചരക്കുകൾക്ക് മാത്രമല്ല, കപ്പലിന് മാത്രമല്ല, നമ്മുടെ പ്രാണിന് പോലും ഹാനി വരാൻ ഈ യാത്രയിൽ സാധ്യത ഉണ്ടെന്ന് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് പറയുവാൻ കൊണ്ട്. എന്നാൽ യൂലിയോസ് എന്ന ശതാധിപൻ കപ്പൽ ഉടമസ്ഥന്റെയും അത് നയിക്കുന്ന കപ്പിത്താന്റെയും വാക്കിന് കൂടുതൽ എന്ത് ചെയ്തു? വിശ്വാസം കൊടുത്തു, അല്ലെങ്കിൽ അവരെ വിശ്വസിച്ചു അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനേക്കാൾ. കാരണം വെളിപ്പാടിനേക്കാൾ കൂടുതൽ ബുദ്ധിയിൽ വിശ്വാസം അർപ്പിച്ച് യാത്ര പോകുമ്പോഴാണ് കടലിൽ വലിയ ശാന്തമായതെന്ന് തോന്നുന്നത് പലതും പിന്നത്തെ പ്രതികൂലമായി തീരുന്ന അനുഭവം നമുക്ക് കാണുവാൻ. തെക്കൻ കാറ്റ് മന്ദമായി ഊതുന്നത് കണ്ട് നമുക്ക് നങ്കൂരമൊക്കെ എടുത്ത് അവർ ക്രേത്തദ്വീപിന്റെ മറപറ്റി മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ അപ്രതീക്ഷിതമാണ്. അപ്പോൾ കടലിളകുന്നത് കാണുവാൻ കഴിയുന്ന വെളിപ്പാടുള്ളവന് കപ്പലിലുണ്ട്. അതാണ് അവൻ പറഞ്ഞേ, നമുക്ക് നമ്മുടെ കപ്പലിന് മാത്രമല്ല അപകടം, നമ്മുടെ പ്രാണന് പോലും അപകടം ഉണ്ടാകും എന്ന് പറയുവാൻ കൊണ്ടിടയായി. ഇപ്പോൾ ഈ വചനഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ വെളിപ്പാടുള്ള ഒരു ദൈവത്തിന്റെ ഭക്തനറിയാം കടൽ എപ്പോൾ ഇളകും, ആർക്ക് എന്തോ ആവട്ടെ. പക്ഷെ ഇതൊന്നും ഇന്നത്തെ കാലത്ത് സഭകളിൽ പ്രസംഗിക്കുന്നത്, നിങ്ങൾക്ക് ആപത്ത് വരുമെന്ന് എവിടെങ്കിലും പ്രസംഗിച്ചു പോയാൽ, ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ ദാസന്മാർ അങ്ങനെ പ്രസംഗിച്ചു പോയാൽ പിന്നെ വീണ്ടും ഒരു പ്രസംഗത്തിന് അദ്ദേഹത്തിന് അവിടെ സാധ്യതയില്ല. കാരണം എല്ലാവരുടെയും ആഗ്രഹം എന്താണ്? അമേരിക്ക പോകുമെന്ന് പറയണം, അല്ലെങ്കിൽ റഷ്യ പോകുമെന്ന് പറയണം, അല്ലെ അമേരിക്ക പ്രസിഡന്റായി നീ തീരുമെന്ന് പറയണം, അല്ലെങ്കിൽ നീ ഹെറോദാവിനെ പോലെ വലിയ രാജസ്ഥാനത്തെത്തും. ഇങ്ങനെയുള്ള പ്രവചനങ്ങളും വെളിപ്പാടുകളും പറയുന്നതാണ് ഇന്നത്തെ പെന്തക്കോസ്ത് വിശ്വാസികൾക്ക് താല്പര്യം. പക്ഷെ കർത്താവ് ഒരിക്കലും ആരെയും സുഖിപ്പിക്കാനായിട്ട് യാതൊരു കാര്യവും പറയില്ല. അപ്പോസ്തലൻ പറഞ്ഞു, നമ്മുടെ പ്രാണൻ ആരോടാ പറയുന്നേ? യൂലിയാസ് എന്ന ശതാധിപനോടും സമ്പന്നനായ കപ്പൽ ഉടമസ്ഥനോടും ആ കപ്പൽ ദീർഘകാലം കപ്പൽ ഓടിച്ചു പരിചയമുള്ള കപ്പിത്താനോടുമാണ് പറയുന്നത്. പക്ഷെ അവരൊന്നും ഈ വാക്കിന് വിശ്വാസം കൊടുത്തില്ല. പക്ഷെ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈശാനമൂലൻ ആ കപ്പലിന് നേരെ ആഞ്ഞിടിക്കുവാനും അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറഞ്ഞതുപോലെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്നുള്ളൊരു ഘട്ടം വന്നു. ഇവിടെയുണ്ട് എനിക്ക് വളരെ ചിന്തനീയമായ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നൊരു വെളിപ്പാട്. 14 ദിവസം ഇതുങ്ങൾ 267 പേരുണ്ടായിരുന്നു. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഒഴികെ വേറെ ഒരുത്തരും 14 ദിവസം ഭക്ഷണം കഴിക്കാൻ തോന്നി 14 ദിവസം ഉപവസിച്ചു.
എന്ന് പറഞ്ഞാൽ ദൈവം ഉപവസിപ്പിച്ചു. ഒരിക്കൽ പോലും ജീവിതത്തിന്റെ എല്ലാ സൗകര്യങ്ങളുമുള്ള എല്ലാ സമ്പന്നതയുടെയും അടിത്തട്ടിലിരിക്കുന്ന ഈ കപ്പലിന്റെ ഉടമസ്ഥനോ അല്ലെങ്കിൽ കപ്പിത്താനോ അല്ലെങ്കിൽ ഈ ശതാധിപനോ പട്ടാളത്തിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരിക്കും, അല്ല അവനോടുകൂടെ പടയാളികളോ ഒന്നും ആമീൻ ഒരു ഭക്ഷണവും കഴിക്കാതെ 14 ദിവസം പട്ടിണി കിടന്നു. എന്ന് വെച്ചാൽ പ്രാണൻ പോവുക, രക്ഷപ്പെടുമെന്നുള്ള യാതൊന്നും അവരുടെ മുമ്പിൽ ഇല്ലാതെ വരുമ്പോൾ പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് എന്തോ പ്രയോജനം? കാരണം കടൽ ഇപ്പോൾ അവരെ കൊണ്ടുപോകും, അവർക്ക് മനസ്സിലായി. അപ്പോൾ അവർ പലരും പറയുന്നുണ്ടായിരിക്കും, കഴിഞ്ഞ ദിവസം ആ ദൈവവാക്യം പറഞ്ഞ നിങ്ങളൊന്നും ഇറങ്ങി പുറപ്പെടില്ല, വലിയ ആപത്തുണ്ടാവും. ദൈവത്തിന്റെ പൈതലേ, അങ്ങനെ ജീവിതത്തിൽ ഒരിക്കലും ഭക്ഷണം വെടിഞ്ഞ് ഉപവസിക്കുവാൻ മനസ്സ് കാണിക്കാത്ത വലിയ വമ്പൻ പുള്ളികളെ പിടിച്ച് 14 ദിവസം ദൈവം ഉപവസിപ്പിച്ചു എന്നുള്ളതാണ് സത്യം. 14 ദിവസം ഇമാരുടെ ഉപവാസം കഴിയുമ്പോൾ അപ്പോസ്തലനായ പൗലോസിന് മനസ്സിലായി ഈ കടലൊക്കെ അങ്ങ് ശാന്തമാകും. കാരണം ഞാൻ റോമിലെത്തുമെന്നും റോമിൽ എന്റെ കർത്താവിനെ കുറിച്ച് അവിടെ സാക്ഷീകരി കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മാത്രമായിട്ട് എന്തായാലും രക്ഷപ്പെട്ടു പോവുകയില്ല, യവന്മാരെ എന്റെ കൂട്ടത്തിൽ ദൈവം രക്ഷപ്പെടുത്തുമെന്ന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ വെളിപ്പാടിൽ അറിയാവുന്നതുകൊണ്ട് 14 ദിവസം ആയപ്പോൾ അവന് മനസ്സിലായി യവന്മാർ ഇനി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഇനി കപ്പലിൽ കിടന്ന് ചാവും, പിന്നെ എനിക്കത് ദോഷമായി തീരും. അതുകൊണ്ട് എന്ത് ചെയ്തു, അപ്പം എടുത്ത് നുറുക്കി വാഴ്ത്തി എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു. എന്നിട്ട് പറഞ്ഞ് ധൈര്യപ്പെട്ടിരിക്കുക, ഞാൻ പോകുന്നു യേശുവിനെ സാക്ഷീകരിക്കാൻ. ദൈവത്തിന്റെ വാക്കിന് അനുസരണം കാണിച്ച് ദൈവേഷ്ടത്തിന് വിധേയമായി പോയവന്റെ കൂടെ ഉള്ളവരുടെ പ്രാണൻ പോലും അപകടത്തിൽപ്പെട്ടിട്ടും ദൈവം തന്റെ വിശുദ്ധനെ ഓർത്ത് അവരുടെ പ്രാണനെ രക്ഷപ്പെടുത്തി എന്നുള്ളതാ. ഉപവസിക്കാത്ത ദൈവത്തിന്റെ പൈതലേ, പ്രാർത്ഥിക്കുവാൻ മടി കാണിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഈ സംഭവം നിങ്ങളുടെ മുമ്പിൽ പരിശുദ്ധാത്മാവ് വെക്കുകയാണ് കേട്ടോ. ഉപവാസവും പ്രാർത്ഥനയും എന്തെന്നറിയാതെ ദൈവിക ആലോചന വിട്ട് ദൈവിക വെളിപ്പാടിനനുസരിച്ച് ജീവിതം നയിക്കാതെ കപ്പൽ മുന്നോട്ട് ഓടിച്ചു കൊണ്ടുപോയാൽ ഏതെങ്കിലും കടലിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് നീ അറിയാത്ത ഈശാന പോലും നിന്റെ നേരെ ആഞ്ഞടിച്ചാൽ നിനക്കതിൽ നിന്ന് വിടുതലുണ്ടാകും വളരെ സാധ്യത കുറവ്. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എവിടെയെങ്കിലും വെച്ച് നിന്നോട് പറയും, കുഞ്ഞെ നീയോ അല്പനേരം ചില ദിവസങ്ങൾ നീ ഉപവസിക്കുക, ഭക്ഷണം നീ ഒന്ന് ഒഴിവാക്കിയിട്ട് എന്റെ പാദപീഠത്തിലേക്കൊന്ന് മുഴങ്കാലുകളൊന്ന് മടക്കി എന്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ആരോടെങ്കിലും പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ഒരിക്കൽ കൂടി പറയുക, വേഗത്തിൽ നീ അവന്റെ പാദപീഠത്തിലേക്ക് ഒരു മൊർദെഖായെ പോലെ ഇട്ടുകൊടുക്കുക, എസ്തേറിനെ പോലെ ഭക്ഷണം ഉപേക്ഷിക്കുക, വെള്ളം പോലും കുടിക്കാതെ 3 ദിവസം ഉപവസിച്ചത് കൊണ്ട് ആമീൻ യഹൂദ ജനത്തിനെതിരെ കുഞ്ഞുകുട്ടി ആ ബാലവൃത്തത്തെ കൊന്നുപിടിക്കുവാൻ ശത്രു ഒരുക്കിയ കഴുകുമരങ്ങളെല്ലാം ആമാനെ അവന്റെ 10 പുത്രന്മാരെ അവനൊരിക്കൽ കഴിയുമെടുത്ത് തൂക്കിക്കളഞ്ഞെന്ന് എഴുതി. ദൈവത്തിന്റെ വിധത്തിൽ നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധങ്ങളും ഫലിക്കുകയില്ല എന്ന് എഴുതിയിരിക്കുമ്പോൾ കർത്താവ് അവിടെ പറയുന്നു, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ആയുധത്തിന്റെ ശക്തി മടങ്ങുകയില്ല. അതുകൊണ്ട് നമുക്ക് ഉപവസിക്കാൻ, കർത്തൃസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ദൈവം നമ്മൾ